ഫ്രണ്ട്സ്, ഞാനിന്ന് ഹംപിയിലേക്കൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ലേഡീസ് റോവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ ഇങ്ങനൊരു യാത്ര സെലക്ട് ചെയ്തത്. ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. വന്ദേ ഭാരത് സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കതിലൊരു ദിവസം യാത്ര ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആ ആഗ്രഹമാണ് ഇന്ന് ഞാൻ സാധിക്കാൻ പോകുന്നത്. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ 7:30 തന്നെ കോട്ടയത്ത് ട്രെയിൻ എത്തി. കൃത്യസമയം. ഇനി 1 മണിക്കൂർ കൊണ്ട് എറണാകുളത്തെത്തും. അവിടെ നിന്നാണ് ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തുന്നത്. അവിടെ നിന്ന് ഞാൻ കുറച്ച് എൻ്റെ കൂട്ടുകാരെ പരിചയപ്പെടും. അവരെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നതാണ്. അപ്പോൾ വന്ദേ ഭാരതിലെ ഒരു യാത്ര ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് എന്ന് നോക്കാം. ഒരു വട, ചെറിയ ഇഡ്ഡലിയാണ്, കാണുന്നത്ര വലിപ്പമൊന്നുമില്ല. സാമ്പാർ, ചമ്മന്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആസ്വദിച്ച് ട്രെയിൻ യാത്ര എൻജോയ് ചെയ്ത് പോകാനായിട്ട് ചിലർക്കൊക്കെ ഇഷ്ടം ഉണ്ടായിരിക്കും. എനിക്കൊരിഷ്ടം തോന്നി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഈ പച്ചപ്പൊക്കെ കണ്ട് ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ നല്ലൊരു വൈബാണ്. കേരളം അത്ര മനോഹരമാണെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ പ്രവാസികളായി പോയി. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളങ്ങനെ ആയിപ്പോയി. പക്ഷേ കേരളത്തിലെ ഈ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? എന്ത് രസമല്ലേ? ഇപ്പോൾ നമ്മുടെ ട്രെയിൻ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. ചെറുതായിട്ട് ഇവിടെ നിന്നും അടുത്ത ട്രെയിൻ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഉള്ളിലെ വ്യൂ. ഞങ്ങൾ എല്ലാവരും ഇല്ല. ഇവിടുന്ന് സ്മിത ചേച്ചിയും അതുപോലെ തന്നെ വൃന്ദ ചേച്ചിയും അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഇവിടുന്ന് കയറിയിട്ടുള്ളൂ. 3 പേര്, 3-4 പേര് അങ്ങനെയാണ്. പരസ്പരം അറിയത്തൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു സീറ്റിൽ പോയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കവിവർണ്ണനകളിൽ നമ്മൾ കാണുന്ന ഭാരതപ്പുഴയാണ്. മഴക്കാലമാണെങ്കിലും വെള്ളം കുറവാണോ എന്നൊരു സംശയം. പാലക്കാട് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു 3-4 പേര് കയറുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പാലക്കാടൻ ഗ്രാമത്തിൻ്റെ ഭംഗിയൊന്ന് വേറെയാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? ശരിക്കും അങ്ങനെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇവിടേക്ക് മാത്രമായിട്ട് ഒരു ട്രിപ്പ് വരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് മടുപ്പടിക്കുന്നവർ കാണണ്ട, കാരണം സ്കിപ്പ് അടിച്ച് വിടാവുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതെനിക്ക് സേവ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ടുമാണ് ഞാൻ ഈ ഫുൾ വീഡിയോ ആക്കിയിട്ട് ഇതെടുത്തിരിക്കുന്നത്. ട്രെയിൻ യാത്രയും അതുപോലെയുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മുടെ നാട് കേരളം ഇതൊക്കെ കാണാനായിട്ട് ഒരുപാട് വിദേശികളായിട്ടുള്ള എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഷൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും തന്നെ ഉച്ചയായി. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും ലഞ്ച് കഴിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങളിവിടെ നിന്ന് വാങ്ങി. നമുക്ക് നോക്കാം. കുറേ കൊഴിച്ചുകറികളൊക്കെ ഉണ്ടല്ലേ. പാലക്കാട്ട് നിന്ന് കയറി അമ്പളിച്ചേച്ചി കുറച്ച് അവിയലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അടിപൊളി കറിയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടിൻ്റെ ബ്യൂട്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ചപ്പ് മാറി വേറൊരു കളറായി എന്ന് വേണമെങ്കിൽ പറയാം. മഴയില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. ട്രെയിൻ യാത്ര എപ്പോഴും ഒരു സുഖമുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ഞങ്ങൾ സേലം കഴിഞ്ഞിരിക്കുകയാണ്. സേലം കഴിഞ്ഞ് ഇങ്ങനെ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ലേഡീസ് റോവേഴ്സിൻ്റെ ആൾക്കാർ ഏകദേശം ഒരു 13 പേരാണ് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോകുന്നത്. എല്ലാവരും വ്യത്യസ്തമായ സീറ്റുകളിലൊക്കെയാണ് ഇരിക്കുന്നത്. എല്ലാവരും അങ്ങനെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പം തന്നെ അതുകൊണ്ടാണ് ഞാൻ അവരുടെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാത്തത്. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. നമുക്കറിയില്ലല്ലോ എല്ലാവരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊന്നും നമുക്കറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ അവരെ പെട്ടെന്ന് പരിചയപ്പെടുത്താത്തത്. നമ്മൾക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെടുന്ന സമയത്ത് എല്ലാവരെയും കൂടുതൽ പരിചയപ്പെടാം. ഏകദേശം 8:30 കൂടിയിട്ട് ഞങ്ങളുടെ ട്രെയിൻ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി 10 മണിക്കാണ് ഹംപി എക്സ്പ്രസ് ഉള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടു, ഒരു ചായയൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് ഹംപി എക്സ്പ്രസ് ആണ്. അതിന് സ്ലീപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ സ്ഥലങ്ങളൊക്കെ പിടിച്ച് കിടന്നുറങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഞാൻ ഫുഡ് വാങ്ങിയിരുന്നു. ഫുഡ് കഴിക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ്.
അപ്പോൾ ഞങ്ങൾ ഏകദേശം ഹോസ്പിറ്റലിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേരാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ടീം അംഗങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും പേരാണ്, 13 പേര്. അപ്പോൾ ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്